റിച്ചിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ജുഡീഷ്യൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ 2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് ബി ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. പാർട്ട് എ ഓൾറെഡി റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള RK ബിജു സർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് 41ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 41ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് നോക്കാം. Which is the provision in Bharatiya Nagarik Suraksha Sanhita 2023 dealing with EFIR? അപ്പൊ ഇലക്ട്രോണിക് FIR റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ പുതിയ ക്രിമിനൽ ലോ ആയിട്ടുള്ള ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധിയിൽ എവിടെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 173 ക്ലോസ് 1ലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് പറയുന്നത്, നമുക്ക് അതിനകത്തുള്ള ആ ഒരു കറക്റ്റ് വേർഡിങ്, ആ ഒരു ഫ്രേസ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് 173 ക്ലോസ് 1ന്റെ അത് പറയുന്നുണ്ട്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി information relating to the commission of a cognizable offense may be given orally or by electronic communication to an officer in charge of a police station. അപ്പം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഫൗണ്ടേഷൻ ഫോർ ലോഡ്ജിങ് ആൻ ഇലക്ട്രോണിക് ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. അപ്പം 173 ക്ലോസ് 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 42. Is there any provision in the Bharatiya Nagarik Suraksha Sanhita 2023 prescribing a maximum period for which an under trial prisoner can be detained? If so, which section? So നമുക്ക് എല്ലാവർക്കും അറിയാം, CRPCന്റെ അകത്ത് 436A എന്ന് പറയുന്ന ഒരു പ്രൊവിഷന്റെ അകത്താണ് അണ്ടർ ട്രയൽ പ്രിസണേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലും ഇതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 479 ഓഫ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പം automatic bail after half the maximum term എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ when an under trial prisoner has already spent 1/2 of the longest sentence legally possible for that charge, he shall be released by court on bail എന്നാണ് പറയുന്നത്. ആൻഡ് ഈ 479 അകത്ത് ഒരു പുതിയ പ്രത്യേകത കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ 436A ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി 479 അകത്ത് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സിനകത്ത് 1/3 മാക്സിമം സെന്റൻസ് അനുഭവിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിൽ ലഭിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്ഷൻ 479 ഓഫ് BNSS ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. Has the concept of zero FIR been recognized in Bharatiya Nagarik Suraksha Sanhita 2023 or Bharatiya Nyaya Sanhita 2023? If so, which is the provision? അപ്പം ഈ സീറോ FIR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പുതിയ ക്രിമിനൽ ലോസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് യെസ്, ഡെഫിനറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. 173 ക്ലോസ് 1ൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്, സീറോ FIR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഒരു പ്രത്യേക ഒരു ഫ്രേസിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. എവറി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്മീഷൻ ഓഫ് എ കോഗ്നൈസബിൾ ഒഫൻസ് irrespective of the area where the offense is committed may be given orally or by electronic communication to an officer in charge of a police station എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ഫ്രേസ് irrespective of the area എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആ ഒരു സീറോ FIRയുടെ ഒരു കോൺസെപ്റ്റുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. സോ സത്വിന്ദർ കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി ആൻഡ് അനദർ 1919 8 SCC 728 എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് സീറോ FIR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറിട്ടോറിയൽ ലിമിറ്റ്സ് ഡു നോട്ട് ബാർ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലാണ് സുപ്രീം കോർട്ട് ആ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യും, ഒരു സീറോ FIR ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക. സീറോ FIR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ FIRന്റെ മുന്നിൽ സീറോ, ആ ഒരു നമ്പർ, ഫയൽ നമ്പർ 0 എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവരത് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള, അതായത് ഏത് ജൂറിസ്ഡിക്ഷനിലാണ് ആ ഒരു ക്രൈം നടന്നിരിക്കുന്നത് ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് അവർ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് FIR ഇടാൻ കഴിയില്ല എന്ന് അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തായാലും ഇടണം, FIR രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ അതാണ് ഈ സീറോ FIR ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് 173 ക്ലോസ് 1ലാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫ്രേസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏരിയ എന്ന് പറയുന്ന ഫ്രേസും കൂടി ആഡ് ചെയ്തതോടുകൂടി സീറോ FIR നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെക്ഷൻ 173 ക്ലോസ് 1 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44. A file a complaint against B alleging commission of an offense punishable under section 138 of the Negotiable Instruments Act 1881. The accused was acquitted
Subsequently, based on the information given by A, an FIR for offense punishable under section 420 of IPC on the same set of facts was registered against B. Which of the following statement is correct എന്നാണ് ചോദ്യം. അപ്പം 138A പ്രകാരം ഉള്ള ഒരു ഒഫൻസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് the accused was acquitted in that case. സബ്സിക്വന്റ്ലി എ എന്ത് ചെയ്തു, 420 ചീറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്തു, കേസ് കൊടുത്തു, ആൻഡ് FIR വാസ് രജിസ്റ്റേർഡ്. which of the following statement is correct എന്നാണ് ചോദിക്കുന്നത്. Trial of the second case is barred on the ingredients of the two offenses are same. Trial of the second case is not barred as the ingredients of the two offenses are different. The FIR ought not have been lodged. Trial of the second case would not have been barred had A filed a private complaint against B before the jurisdictional magistrate. ഇവിടെ അപ്പം ആർട്ടിക്കിൾ 20 ക്ലോസ് 2, അതായത് ഡബിൾ ജിയോപാർഡി വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ CRPC നമ്മൾ പഠിച്ചിട്ടുള്ള സെക്ഷൻ 300 ഓട്ടിഫോയ് അക്വിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് വരുമോ വരില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അത് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 138A ഇൻഗ്രീഡിയൻസും 420 ഇൻഗ്രീഡിയൻസും ഡിഫറെന്റ് ആണ്. 138 അകത്ത് നമ്മൾ നോക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ചെക്ക് ഡ്രോ ചെയ്തിട്ടുണ്ടോ നോക്കും, എന്തെങ്കിലും ഡെറ്റ് കവർ ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ഡ്രോ ചെയ്തിട്ടുണ്ടോ നോക്കും. ആ ചെക്ക് ഡിസോണർ ആയിട്ടുണ്ടോ നോക്കും ബിക്കോസ് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ്, ആൻഡ് വെദർ ദർ ഹാസ് ബീൻ എനി റിട്ടേൺ ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടുണ്ടോ വിത്തിൻ 30 days എന്നുള്ളത് നോക്കും. പിന്നെ വെദർ ദർ വാസ് എനി ഫെയിലിയർ ടു കംപ്ലൈ വിത്തിൻ 15 days. ഈ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്, റൈറ്റ്. അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആർ ഡിഫറെന്റ്. ഇനി 420 വരുമ്പോൾ അപ്പൊ അതിന്റെ അർത്ഥം 138 അകത്ത് മെൻസറി ആവശ്യമില്ല, 420 അകത്ത് മെൻസറി ആവശ്യമുണ്ട്. 420 of IPC ചീറ്റിംഗിന്റെ അകത്ത് മെൻസറി ആവശ്യമുണ്ട്. അപ്പൊ at the very beginning when the drawer is drawing the check, ആ ഒരു ചെക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ പറയുന്ന ഡ്രോവറിന് ഇത് ഈ പറയുന്ന ഓണർ ചെയ്യാൻ, ഈ ഒരു ചെക്ക് ഓണർ ചെയ്യാൻ ഉള്ള ഒരു താല്പര്യമില്ലെങ്കിൽ, ഒരു ഉദ്ദേശമില്ലെങ്കിൽ, അപ്പം അവിടെ ഒരു മെൻസറി ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് അവിടെ മെൻസറിയുടെ കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ചീറ്റിംഗ് അണ്ടർ സെക്ഷൻ 420 IPC റിക്വയർസ് പ്രൂഫ് ദാറ്റ് അറ്റ് ദ വെരി മൊമെന്റ് ദ ചെക്ക് വാസ് ഇഷ്യൂഡ് ദ ഡ്രോവർ ആക്ടഡ് വിത്ത് ഡിസോണസ്റ്റ് ഓർ ഫ്രോഡുലന്റ് ഇന്റൻഷൻ ടു കോസ് wrongful loss. So without the mental element 420 cannot succeed. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് ഒഫൻസസിന്റെയും ഇൻഗ്രീഡിയൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിക്കിൾ 20 ക്ലോസ് 2 അല്ലെങ്കിൽ സെക്ഷൻ 300 ഇവിടെ അട്രാക്ട് ആവുകയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ട്രയൽ ഓഫ് ദ സെക്കൻഡ് കേസ് ഇസ് നോട്ട് ബാർഡ് ആസ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ടു ഒഫൻസസ് ആർ ഡിഫറെന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 45. Which of the following statement is true? Section 26 of the Bharatiya Sakshi Adhiniyam 2023 makes admissible the statement of a person who is dead only if his death is homicide. Section 25 of the Bharatiya Sakshi Adhiniyam 2023 makes admissible the statement of a person who is dead whether the death is homicide or suicide. Section 26 of the Bharatiya Sakshi Adhiniyam 2023 makes admissible the statement of a person who is dead whether the death is homicide or suicide. None of the above statement is correct. അപ്പോൾ ഡൈയിങ് ഡിക്ലറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് വരുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് ദി പ്രൊസീഡിങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഹോമിസൈഡ് വഴി മാത്രമേ ഡൈയിങ് ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ സൂയിസൈഡ് വഴി ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ ഹോമിസൈഡ് ആണോ സൂയിസൈഡ് ആണോ ആക്സിഡന്റ് ആണോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് ദാറ്റ് it declares that statements of a person who is dead are relevant when the statement is made by a person as to the cause of his death or as to any of the circumstances of the transaction which resulted in his death in cases in which the cause of the person's death comes into question. The provision expressly adds that such statements are relevant whatever may be the nature of the proceeding in which the cause of his death comes into question, because the admissibility turns solely on the fact that the cause of the death is an issue. It does not matter whether the death was a homicide, suicide, accident or even medical negligence. ഓപ്ഷൻ സി ആണ് അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 46. A, B and C are jointly tried for murder of D. A made a statement that B and C murdered D. Whether the statement comes under the purview of section 24 of Bharatiya Sakshi Adhiniyam 2023. അപ്പം ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നമ്മളുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെക്ഷൻ 24 ഓഫ് ദി ഭാരതീയ സാക്ഷി അധിനിയം
റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. വെൻ മോർ പേഴ്സൺസ് ദാൻ വൺ ആർ ബീൻ ട്രൈഡ് ജോയിന്റ്ലി ഫോർ ദ സെയിം ഒഫൻസ് ആൻഡ് ദ കൺഫെഷൻ മെയ്ഡ് ബൈ വൺ ഓഫ് സച്ച് പേഴ്സൺസ് അട്രാക്ടിംഗ് ഹിംസെൽഫ് and some other of such persons is proved, the court may take the confession into consideration as against other persons as well as against the maker. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഇവിടെ എ ബിയും സിയും ഡീനെ മർഡർ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു കൺഫെഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബിക്കോസ് ഇവിടെ ഒരു സെൽഫ് ഇൻകൾപ്പേഷൻ ഇല്ല. അതായത് അയാളെ എഫക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അയാളെയും ആ സ്റ്റേറ്റ്മെന്റ് എഫക്ട് ചെയ്യണം, അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയും എഫക്ട് ചെയ്യണം. ഇവിടെ ആ വ്യക്തിനെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം രണ്ട് മെയിൻ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്ന് ജോയിന്റ് ട്രയൽ ആയിരിക്കണം. ദ മേക്കർ ആൻഡ് ദി കോ അക്യൂസ് മസ്റ്റ് ബി ഓൺ ട്രയൽ ടുഗദർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻകൾപ്പേഷൻ ഉണ്ടാവണം. ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് എഫക്ട് ഹിംസെൽഫ് ആൻഡ് സം അതർ പേഴ്സൺ. In other words, it must admit the maker's own guilt along with that of the others. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ A only blames B and C and does not implicate A himself. Because it is not self-inculpatory, it is not confession within section 24 at all. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ, നോ, ടു ബ്രിങ് ദ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ purview of section 24, the statement should implicate A as well as B and C. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 47. Question number 47. A previous statement presupposes a subsequent statement. Statements under section 154 and 164 of CRPC are some examples of statements which can be regarded as previous statements. If so, what is a subsequent statement? അപ്പോൾ 154ഉം 164ഉം എല്ലാം പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുമെങ്കിൽ വാട്ട് ആർ സബ്സീക്വന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ എ കോർട്ട് എന്ന് പറയുന്നതാണ് സബ്സീക്വന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. സുപ്രീം കോർട്ട് പല ഡിസിഷൻസിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ താരാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് AIR 951 SC 441 സുപ്രീം കോർട്ട് പറയുന്നുണ്ട് that previous statement as any statement made by a witness before he enters the witness box, the subsequent statement being the evidence he gives at a trial എന്ന രീതി പറയുന്നുണ്ട്. So the logic of the expression previous statement എന്നുള്ളതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് previous statement only when a later statement by the same witness is under consideration. The latter statement can only be the witness testimony in the witness box. Nothing else follows it in the chronological order of the criminal process. അതുകൊണ്ട് തന്നെ hence only statement made in a court qualifies as subsequent statement. So ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 48. ക്വസ്റ്റ്യൻ നമ്പർ 48. What is the legal effect of recovery made under section 27 of the Indian Evidence Act 1872 if the police already knew where the incriminating article was hidden? അപ്പൊ പോലീസിന് ഓൾറെഡി അറിയായിരുന്നു ഈ പറയുന്ന ഇൻക്രിമിനേറ്റിംഗ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്ട് എവിടെയായിരുന്നു പോലീസിന് ഓൾറെഡി അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഫാക്ട്സ് ഡിസ്കവേർഡിന്റെ അകത്ത് വരുമോ? 27 അകത്ത് പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ഡിസ്കവേർഡിന്റെ അകത്ത് ഇത് വരുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇത് അഡ്മിസിബിൾ ആവോ ഇല്ലയോ? സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഇസ് ഇൻഅഡ്മിസിബിൾ ആസ് എവിഡൻസ്. ഇറ്റ് ഡസ് നോട്ട് കം വിത്തിൻ ദി എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദി അക്യൂസ്ഡ്. അപ്പം റൂൾ ഇൻ സെക്ഷൻ 27 ഓഫ് എവിഡൻസ് ആക്ട് പറയുന്നത് ഒരു നാരോ എക്സെപ്ഷൻ ആണ് to the general ban on confession made to the police in custody or to a police officer. It permits proof only of so much of information as distinctly relates to and itself lead to the fact discovered. Two indispensable conditions emerge from the text and case laws. എന്താണ്? The fact must be discovered in consequence of the information supplied. The information must spring from something known only to the accused. Known only to the accused. Otherwise, there is no discovery attributable to him എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഫാക്ട്സ് ഡിസ്കവേർഡിന്റെ കീഴിൽ വരില്ല. ഈ ഒരു സിറ്റുവേഷൻ ഫാക്ട്സ് ഡിസ്കവേർഡ് അകത്ത് വരില്ല. ബിക്കോസ് ദ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓൾറെഡി ന്യൂ വേർ ദ ഇൻക്രിമിനേറ്റിംഗ് ആർട്ടിക്കിൾ വാസ് ഹിഡൻ. The recovery that follows is therefore not the product of accused exclusive information. It merely confirms what the police had in hand. Because the discovery cannot be said to flow from the accused disclosure, the proviso in section 27 is not attracted and the statement is inadmissible. So option B is the right answer here. Next question, question number 49. Question number 49.
A witness directly approaches a magistrate and requests for recording a statement under section 164 CRPC, what is the course of action to be taken by magistrate? So section 164 at the confession and other statements made to a magistrate എന്നാണ് പറയുന്നത്. അപ്പം ഒരു കേസിൽ ഒരു വിറ്റ്നസ് എന്ത് ചെയ്യാണ്, നേരെ മജിസ്ട്രേറ്റിനെ സമീപിക്കുകയാണ്, എന്നിട്ട് സ്വന്തം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. The magistrate should refuse the request as the witness was not sponsored by the police. ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കേസ് ലോ ഉണ്ട്. ജോഗേന്ദ്ര നാഹക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ 2001 SCC 272. 3 ജഡ്ജ് ബെഞ്ച് പറഞ്ഞു, a witness has no locus standi to insist that the magistrate should record a statement under section 164 unless the investigating agency moves for it. The magistrate therefore has no jurisdiction to entertain such a request എന്നാണ് പറയുന്നത്. The court reasoned that otherwise the magistrate would be flooded with self-serving statements, jeopardizing the investigation's fairness and confidentiality. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെക്ഷൻ 164 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ടു റെക്കോർഡ് കൺഫെഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ബട്ട് ഓൺലി ഇൻ ദ കോഴ്സ് ഓഫ് എൻ ഇൻവെസ്റ്റിഗേഷൻ ഓർ അറ്റ് എനി ടൈം ആഫ്റ്റർവേർഡ്സ് but before the inquiry or trial. And subsection 5, which was inserted in 2009, allows the recording as witness statement, yet the section nowhere creates a right in a private person to demand such recording. It merely confers power on the magistrate to be invoked when the IO, investigating officer, or the prosecution seeks it. So the right answer here is option A, the magistrate should refuse the request as the witness was not sponsored by the police. Next question, question number 50. An investigating officer submitted a final report within the period specified in section 167 clause 2 of CRPC. Therefore, the High Court thereafter the High Court set aside the final report and entrusted the investigation with the CBI. The accused claimed bail under section 167 CRPC on the ground that CBI had not filed the final report within the statutory period. Is he entitled to default bail? അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. സെക്ഷൻ 167 ഓഫ് CRPC-യിലാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഒരു ഒഫൻസ് ഇഫ് ഇറ്റ് ഇസ് പണിഷബിൾ വിത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ്, ഡെത്ത് പെനാൽറ്റി, അല്ലെങ്കിൽ മോർ ദാൻ 10 years ഓഫ് ഇംപ്രിസൺമെന്റ്, അങ്ങനെയാണെങ്കിൽ 90 ഡേയ്സിനുള്ളിൽ പോലീസ് ഓഫീസർ ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. ഇനി 10 years താഴെ ലഭിക്കാവുന്ന, അതായത് 10 years അപ് ടു 10 years പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ഒഫൻസ് ആണ് നടന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ത് ചെയ്യണം, വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം. ഈ ഫയൽ ചെയ്തിട്ടുള്ളെങ്കിലുള്ള കോൺസിക്വൻസ് ആണ് ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന അക്യൂസ്ഡ് പേഴ്സൺ ബെയിലിന് ആവശ്യപ്പെടുകയാണെങ്കിൽ മാൻഡേറ്ററിലി ബെയിൽ നൽകിയിരിക്കണം. ഇതാണ് ഡിഫോൾട്ട് ബെയിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന്റെ ഐഡിയ വരുന്നത്. അപ്പൊ ഇവിടെയുള്ള സിറ്റുവേഷൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫയൽ ചെയ്തു, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്പെസിഫൈഡ് ടൈമിലുള്ള തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹൈക്കോർട്ട് എന്ത് ചെയ്തു, ആ ഒരു ഈ പറയുന്ന ചാർജ് ഷീറ്റ് എന്ത് ചെയ്തു, ഡിസ്കാർഡ് ചെയ്തു, ഫൈനൽ റിപ്പോർട്ട് ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ CBI-നെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഈ പറയുന്ന അക്യൂസ് പേഴ്സൺ പറഞ്ഞു എനിക്ക് ഡിഫോൾട്ട് ബെയിൽ കിട്ടണം എന്ന രീതിയിൽ പറഞ്ഞു. ഇസ് ഈ എൻടൈറ്റിൽ ബിക്കോസ് CBI എന്ത് ചെയ്തില്ല, കറക്റ്റ് സമയത്തിന്റെ ഉള്ളിൽ ഈ ഫൈനൽ റിപ്പോർട്ട് വെച്ചിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഇസ് ഹി എൻടൈറ്റിൽ ടു ഡിഫോൾട്ട് ബെയിൽ? ഇതാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. No, he is not entitled to get the default bail because once the investigating agency files the final report within the prescribed time, the right of the accused to get the default bail ceases എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, completion of the investigation for this purpose is the moment a final report under section 173 clause 2 is filed. From that instant, the custody is governed not by section 167 but by the ordinary bail provisions in chapter 33, 437 and 439. Once the clock has stopped, it cannot start again unless the legislature so provides, which it has not. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതാണ്, റൈറ്റ്? ഇനിയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുമ്പോൾ അപ്പൊ ഫയൽ ചെയ്ത ആ മൊമെന്റിൽ തന്നെ 167 എന്ന് പറയുന്ന കാര്യം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. Quashing a charge sheet or directing a fresh further investigation under 173 clause 8
does not rewind the statutory time limit. It merely puts the case back into the investigative stage, leaving the accused to seek regular bail in the usual way. സുപ്രീം കോർട്ട് പല കേസുകളിൽ പറഞ്ഞിട്ട് CBI വേഴ്സസ് കപിൽ വാധ്വാൻ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ട് once a charge sheet is filed within the prescribed time, the right to default bail under section 167 clause 2 is extinguished irrespective of any continuing or fresh investigation എന്ന രീതിയിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. No, he is not entitled to get bail, default bail എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. Whether as part of inquiry under section 202 CRPC, a police officer has the power to arrest without warrant. About section 202 let the magistrate, after taking cognizance of a complaint, direct an investigation to be made by a police officer for the purpose of deciding whether or not there is sufficient ground for proceeding. അപ്പം എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവിടാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്ക്? നമ്മളുടെ മജിസ്ട്രേറ്റിന് പറ്റും. സെക്ഷൻ 202 ക്ലോസ് 3 ഒരു കാര്യം പറയുന്നത് says that a person other than a police officer deputed to investigation shall have all the powers conferred on an officer in charge of a police station except the power to arrest without warrant. The Supreme Court has read this rider as evidence that even a police officer working under section 202 is equally barred from exercising that power because he is only a delegate of the magistrate whose own powers at this stage does not include arrest എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ രാംദേവ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് 2015 6 SCC 439 എന്ന് പറയുന്ന കേസിൽ ഒരു 3 ജഡ്ജ് ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് എ പോലീസ് ഓഫീസർ കണ്ടക്ടിങ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 202 is a delegate of the magistrate and has no power to arrest the accused. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് no, the only authority is to give a report to the magistrate to enable him to decide whether there is sufficient ground to proceed further. ഇതാണ് സെറ്റിൽഡ് ആയിട്ടുള്ള ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 52. In which of the following decisions did the Apex Court mandate filing of an affidavit along with a complaint under section 190 CRPC before the magistrate? Ram Singh versus Union of India ആണോ? Ram Singh versus Union of India എന്ന് പറയുന്നത് it was concerned with issues of reservation policy, not criminal procedure affairs. അടുത്തത് നോക്കുകയാണെങ്കിൽ പ്രിയങ്ക ശ്രീവാസ്തവ versus State of UP. Yes, that is the right answer. In Priyanka Srivastava versus State of UP, the Supreme Court held that every application or private complaint invoking the magistrate's power under 156 clause 3 or 190 of CRPC must be supported by a sworn affidavit. The court reasoned that forcing the complainants to stand by their allegations on oath will deter frivolous or malicious prosecutions and enable courts to prosecute perjury when statements turn out to be false. Subsequent breaches and legal commentaries also continue to treat Priyanka Srivastava as the controlling authority on this point. So, Priyanka Srivastava ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 190 പ്രകാരം എന്ത് ചെയ്യണം? ഇത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ there must always be a sworn affidavit. രാം സിംഗിന്റെ കേസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, റിസർവേഷൻ പോളിസിയാണ് വരുന്നത്. യാക്കൂബ് മൊമെന്റ് കേസ് വരുന്നത് വിത്ത് റിവ്യൂ പ്രൊസീഡിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. രാജ്ബാല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയുടെ കാര്യം വരുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്രിയങ്ക ശ്രീവാസ്തവ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 53. Which of the following statements is correct? As per section 146 of the Bharatiya Sakshya Adhiniyam, a leading question can be asked in the examination chief. As per section 146 of the Bharatiya Sakshya Adhiniyam, a leading question can be asked in re-examination. As per section 146 of the Bharatiya Sakshya Adhiniyam 2003, a leading question can be asked in the cross-examination. None of the statements is correct. അപ്പോൾ ലീഡിംഗ് ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദ്യം. എ ലീഡിംഗ് ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട്. 146 പറയുന്നുണ്ട്, സബ് സെക്ഷൻ 1 പറയുന്നുണ്ട്. എ ലീഡിംഗ് ക്വസ്റ്റ്യൻ ഇസ് വൺ ദാറ്റ് സജസ്റ്റ് ദി ആൻസർ ദി എക്സാമിനർ വാണ്ട്സ്. And there is a general bar in subsection 2 which says that such question must not, if objected to, be asked in examination chief or re-examination unless the court allows it. So re-examination law, examination chief law, leading question ചോദിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ ചോദിക്കാൻ വേണ്ടി പറ്റും? ഇത് ക്ലിയർലി സബ്സെക്ഷൻ 4 പറയുന്നുണ്ട് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ഇൻ ക്രോസ് എക്സാമിനേഷൻ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ക്രോസ് എക്സാമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 54 ആണ്. 54. When does the trial in a warrant case instituted on a police report commence? So when does the report
when does the trial in a warrant case instituted on a police report commence? എപ്പോഴാണ് warrant case which is instituted on the report on a police report commence എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് സെക്ഷൻ വരുന്നത് 240 വരുന്നത്. In trials of warrant cases by magistrate instituted in police report, the trial shall be treated to have commenced when charges are framed under section 240 of CRPC. So ഇവിടെ കറക്റ്റ് ആയിട്ട് ഹർദീപ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസ് ഉണ്ട്. ഹർദീപ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 2014 3 SEC 92 പറഞ്ഞത് കാര്യം, in trials of warrant cases by magistrate instituted on police report, the trial shall be treated to have commenced when charges are framed under section 240 of CRPC. 238 ആണ് നമ്മൾ ആ ഒരു സെക്ഷൻ, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന 238 ആണ്, when the accused appears. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഇറ്റ് മിയർലി ഒബ്ലൈജസ് ദ മാജിസ്ട്രേറ്റ് ടു വെരിഫൈ ദ കോപ്പീസ് അണ്ടർ സെക്ഷൻ 207 ഹാവ് ബീൻ സപ്ലൈഡ് ഓർ നോട്ട്. ഇതാണ് നോക്കുന്നത്. നോ അഡ്ജുഡിക്കേറ്ററി സ്റ്റെപ്പ് ഹാപ്പൻസ് യെറ്റ്. The first real adjudicatory act is framing of the charge under section 240 when the court decides that there is ground to presume the accused guilt. Only then do evidentiary powers come into play. അപ്പം ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എപ്പോഴാണ് ട്രയൽ കമൻസ് ചെയ്യുന്നത്? ആഫ്റ്റർ ഫ്രെയിം ചാർജ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. What is the purpose for which an FIS can be used? ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് FISന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. FIS എപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ എന്തിനാണ് FIS യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പൊ സിയിൽ എന്താ പറയുന്നത്? ഫോർ ഓൺലി കോൺട്രഡിക്റ്റിംഗ് ഓർ കൊറോബറേറ്റിംഗ് ദ മേക്കർ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. The statement that sets the FIR in motion, that is an FIS, is not a substantive evidence. The law allows it to be used in court only for the limited purpose of either contradicting or corroborating the person who made the very statement and for nothing else. Therefore, among the options given, ഇവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. റൈറ്റ്? സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. Which among the following is not an ingredient to constitute an offense punishable under section 80 of the Bharatiya Nyaya Sanhita? അപ്പോൾ സെക്ഷൻ 80 എന്ന് പറയുന്നത് ഡൗറി ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അറിയാം ഡൗറി ഡെത്ത് 304B IPC 304Bയിൽ വന്നൊരു കാര്യമാണ് ഡൗറി ഡെത്ത്. അപ്പോൾ ഡൗറി ഡെത്തിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഗ്രീഡിയന്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എന്തൊക്കെയാണ്. ഡെത്ത് ഓഫ് എ വുമൺ കോസ്ഡ് ബൈ ബേൺസ് ഓർ ബോഡി ഇഞ്ചുറി, ഡെഫിനറ്റ്ലി അത് വേണം. 2, death has been caused within 8 years of marriage, that is wrong. 8 years of marriage അല്ല, 7 within 7 years of marriage എന്നുള്ളതാണ് പറയുന്നത്. 8 years എന്നാണ് ഇതിനകത്ത് കൊടുത്തത്. അപ്പൊ ഇതാണ് തെറ്റുള്ളത്. അപ്പൊ this is not the ingredient. C കറക്റ്റ് ആണോ? യെസ്, C കറക്റ്റ് ആണ്. She was subjected to harassment by her husband or his relative, and D also കറക്റ്റ് ആണ്. The harassment was for dowry. So ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോട്ട് ആൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി, ഡെത്ത് ഹാസ് ബീൻ കോസ്ഡ് വിത്തിൻ 8 years എന്ന് പറയുന്നത് ഇസ് നോട്ട് ആൻ ഇൻഗ്രീഡിയന്റ്. വിത്തിൻ 7 years ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 57. A man follows a woman and pesters her to establish relation with him despite the woman showing disinterest towards him. What is the provision of law breached by him? So ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇത് സ്റ്റോക്കിംഗ് ആണ്. സ്റ്റോക്കിംഗ് വരുന്നത് ഓപ്ഷൻ ഡി, സെക്ഷൻ 78 ഓഫ് ദ ഭാരതീയ ന്യായ സംഹിതയിലാണ് വരുന്നത്. എ മാൻ ഹു റിപ്പീറ്റഡ്ലി ഫോളോസ് എ വുമൺ ഓർ കീപ്സ് ട്രൈയിങ് ടു മേക്ക് ഹർ ഇന്ററാക്ട് വിത്ത് ഹിം ആഫ്റ്റർ ഷീ ഹാസ് ക്ലിയർലി ഷോൺ ഡിസ്ഇൻട്രസ്റ്റ് commits the offense of stalking under section 78 of Bharatiya Nyaya Sanhita 2023. And ഇത് നമുക്ക് IPC-നകത്തുള്ള കറസ്പോണ്ടിങ് സെക്ഷൻ 354D ആണ് വരുന്നത്. ആൻഡ് ഓൾസോ സൈബർ സ്റ്റോക്കിംഗ് ഇതിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റോക്കിംഗ് സെക്ഷൻ 78 ഓഫ് ഭാരതീയ ന്യായ സംഹിത. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 58. Which is the provision that makes identification of the accused in a test identification parade conducted by magistrate admissible in evidence? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സെക്ഷൻ 9 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. സെക്ഷൻ 9 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിനകത്ത് പറയുന്നത് is a provision that makes the identification of an accused in test identification parade. And ഇത് പറയുന്നത് facts necessary to explain or introduce relevant facts എന്നുള്ളതാണ് പറയുന്നത് സെക്ഷൻ 9. ആൻഡ് ഇതിന്റെ കീഴിലാണ് സാധാരണ ഈ ഐഡന്റിഫിക്കേഷൻ പരേഡും കാര്യങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം നടത്തുന്നത്. സോ കോർട്സ് ട്രീറ്റ് ദി TIP or the test identification parade as the fact necessary to explain or introduce the latter in court identification, which is why it is expressly covered by section 9. So option A ആണ് ഇവിടെ correct ആയിട്ടുള്ള ആൻസർ വരുന്നത്. Question number 58, option A. അടുത്ത question number 59. Question number 59. An Indian citizen committed an offence abroad. On receiving the information regarding the same, the Kerala police registered an FIR and completed investigation. The accused challenges the same on the ground that the sanction from the central government as envisaged under section 188 CRPC has not been obtained. Is this challenge valid? അപ്പോൾ എബ്രോഡിൽ വെച്ചിട്ട് ഒരു കുറ്റം നടത്തിയിരിക്കുകയാണ്. ആൻഡ് എബ്രോഡിൽ വെച്ചിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ കുറ്റം നടത്തുകയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കേസ് ഇന്ത്യൻ കോർട്സിന് ട്രയൽ നടത്താനുള്ള അധികാരമുണ്ട്. പക്ഷെ ട്രയൽ നടത്തണമെങ്കിൽ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ആവശ്യമാണ്. ഓക്കെ, ആ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇൻ സെക്ഷൻ 188 ഡിമാൻഡ്സ് ദ സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ ഓൺലി വെൻ ദ കോർട്ട് റീച്ചസ് ദ എൻക്വയറി ഓർ ട്രയൽ സ്റ്റേജ്. അപ്പൊ എൻക്വയറി ഓർ ട്രയൽ സ്റ്റേജ് എത്തുന്ന സമയത്താണ് ഈ ട്രാൻസാക്ഷന്റെ ആവശ്യം, ഈ പറയുന്ന സാങ്ഷന്റെ ആവശ്യം. ഈ ഒരു സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രയൽ ഓർ എൻക്വയറി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ അവിടെ തടസ്സം വരുന്നില്ല. It does not bar the police from registering an FIR or carrying out an investigation. സുപ്രീം കോർട്ട് പല കേസസിൽ പറയുന്നുണ്ട്. അജയ് അഗർവാളിന്റെ കേസിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തോട്ട വെങ്കട്ട വർലു എന്ന് പറയുന്ന ആളുടെ കേസിൽ പറയുന്നുണ്ട്. ഗൗരി രോഹൻ ബെഡ്കർ എന്ന് പറയുന്ന ആളുടെ കേസിൽ പറയുന്നുണ്ട്. Therefore, the accused objection falls. The Kerala police were free to investigate without first securing a sanction, and any sanction can still be obtained before the trial actually begins എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. Challenge is invalid as the sanction is not necessary for investigation. Trial or inquiry സ്റ്റേജിൽ മാത്രമേ സാങ്ഷന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, റൈറ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 60. What is the stage at which the court can permit alteration of a charge? Alteration of a charge എപ്പം നടക്കും, എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. This power is conferred by section 216 of CRPC. And ഇവിടെ പറയുന്നുണ്ട് ബിക്കോസ് ദ ജഡ്ജ്മെന്റ് ഇസ് ദ ഫൈനൽ ആക്ട്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എ ട്രയൽ കോർട്ട് മേ ഓൾട്ടർ ഓർ ആഡ് ടു എ ചാർജ് അറ്റ് എനി ടൈം ബിഫോർ ദ ജഡ്ജ്മെന്റ് ഇസ് പ്രൊനൗൺസ്. ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഓൾട്ടറേഷൻ നടക്കും, ഓൾട്ടറേഷൻ ഓഫ് ചാർജ് നടക്കും. ബിക്കോസ് ജഡ്ജ്മെന്റ് ഇസ് ദ ഫൈനൽ ആക്ട് ഓഫ് എ ട്രയൽ, ദ കോർട്ട് റീറ്റെയിൻസ് എ ഫ്രീ ഹാൻഡ് ടു മോഡിഫൈ ദ ചാർജ് റൈറ്റ് അപ് ടു ദാറ്റ് പോയിന്റ്, whether it is before or after prosecution evidence, the 313 examination or defense evidence, so long as judgment has not yet been delivered. So the Supreme Court repeatedly treats 216 as an enabling provision whose only temporal limit is the pronouncement of judgment എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് at any time before the judgment is pronounced എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 61. The complainant continuously failed to appear before the court and adduce evidence in summons case. Can the magistrate acquit the accused under any of the following provisions? അപ്പോൾ സമ്മൻസ് കേസ് ആണ്. ഈ പറയുന്ന കംപ്ലൈന്റിന് കണ്ടിന്യൂസ്ലി ആയിട്ട് വരുന്നില്ല, കുറെ തവണ വിളിച്ചു വരുന്നില്ല. ആൻഡ് മാജിസ്ട്രേറ്റിന് അക്വിറ്റ് ചെയ്യാൻ പറ്റുമോ ഈ അക്യൂസ് പേഴ്സണെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും പ്രൊവിഷൻ പ്രകാരം, അങ്ങനെയാണെങ്കിൽ ഏത് പ്രൊവിഷൻ? The magistrate can rely on section 256 clause 1 of the Code of Civil Procedure, Criminal Procedure, Code of Criminal Procedure. The magistrate can rely on 256 clause 1 of the Code of Criminal Procedure 973 to acquit the accused when in a summons case based on a complaint, the complainant persistently stays away and offers no evidence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെക്ഷൻ 256 ക്ലോസ് 1 ഇത് അലൗ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 62. A person who was arrested for an offence under section 307 IPC and remanded to judicial custody. After the expiry of how many days would the accused become entitled to statutory bail ആണ് ചോദിക്കുന്നത്. 167 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 307 എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് ടു മർഡർ ആണ്. ഇതിന്റെ മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു 10 years എന്നുള്ള രീതിയിലാണ് പണിഷ്മെന്റ് വരുന്നത്. ആൻഡ് ഹേർട്ട് കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ പോവാം. അപ്പൊ ജനറലി അപ് ടു 10 years എന്നുള്ളതാണ് പണിഷ്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്ഷൻ എ ആണ് വരിക. അപ് ടു 10 years വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ
60 ഡേയ്സിനുള്ളിലായിരിക്കണം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യേണ്ടത്. 60 ഡേയ്സിനുള്ളിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ഹൗ മെനി ഡേയ്സ് വുഡ് ദി അക്യൂസ് ബിക്കം എൻറ്റൈറ്റിൽഡ് ടു സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് ചോദിക്കുമ്പോൾ 60 ഡേയ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 63. Which among the following is not a secondary evidence? Certified copies, copies made from original by mechanical process, copies compared with original, oral accounts of the contents of a document by a person who has not seen it. A, B, C എല്ലാം certified copies made from original by mechanical process, copies compared with original, ഇതെല്ലാം secondary evidence ആയിട്ടാണ് വരുന്നത്. Secondary evidence section 63 പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു 8ഓളം കാര്യങ്ങൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഓറൽ അക്കൗണ്ട്സ് ഓഫ് ഡോക്യുമെന്റ്സ് കണ്ടന്റ്സ് ബൈ എ പേഴ്സൺ ഹു ഹാസ് ഹിംസെൽഫ് സീൻ ദ ഡോക്യുമെന്റ് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്ഷൻ ഡിന്റെ അത് പറയുന്നത് ഓറൽ അക്കൗണ്ട് ഓഫ് ദി കണ്ടന്റ്സ് ഓഫ് എ ഡോക്യുമെന്റ് ബൈ എ പേഴ്സൺ ഹു ഹാസ് നോട്ട് സീൻ ഇറ്റ് എന്നാണ്. അപ്പൊ അത് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 64. Which of the following offense can be compounded with the permission of the court? Section 79 of the Bharatiya Nyaya Sanhita. Section 79 എന്ന് പറയുന്നത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? വേർഡ്സ്, ജെസ്റ്റർ ഓർ ആക്ട് ഇന്റൻഡഡ് ടു ഇൻസൾട്ട് മോഡസ്റ്റി ഓഫ് വുമൺ ആണ്. സെക്ഷൻ 118 ഓഫ് ഭാരതീയ ന്യായ സംഹിത. സെക്ഷൻ 118 എന്ന് പറഞ്ഞാൽ വോളണ്ടറി കോസിംഗ് ഹേർട്ട് ഓർ ഗ്രീവിയസ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓഫ് മീൻസ് ആണ്. സെക്ഷൻ 124 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത 124 എന്ന് പറയുന്നത് വോളണ്ടറി കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ബൈ യൂസ് ഓഫ് ആസിഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് പെർമിഷൻ ഓഫ് ദി കോർട്ടിന്റെ പെർമിഷനോട് കൂടി കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുന്ന ഒഫൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെക്ഷൻ 359 ഓഫ് ദി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിന്റെ ക്ലോസ് 2 പറയുന്നുണ്ട്, സെക്ഷൻ അതിന്റെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, 79 കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് ക്യാൻ ബി കോമ്പൗണ്ടഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെക്ഷൻ 79 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിതയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, വിച്ച് ക്യാൻ ബി കോമ്പൗണ്ടഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 65. Which among the following is a substantive piece of evidence? Substantive piece of evidence ഏതാണ് ഇതിന്റെ അകത്ത് നിന്നാണ് ചോദിക്കുന്നത്. So a witness's sworn testimony in the witness box is the only one of these three that law treats as substantive evidence. Statements recorded earlier under section 161 or 164 CRPC are merely previous statements. They can be used only to contradict or corroborate the witness, but they are not proof of the facts they contain. When a witness takes an oath and is examined before the trial judge, the evidence is produced on oath in the presence of the accused and subject to cross-examination. Because it directly proves or disproves the facts in issue, courts call it substantive evidence. 161 or 164 substantive evidence ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടെസ്റ്റിമണി ഓഫ് വിറ്റ്നസ് ബിഫോർ ദി കോർട്ട് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 66. What does the word discovered in section 27 of the Indian Evidence Act 1872 mean? Knowledge of the accused as to the place and object recovered, the place where the object was found, the object recovered, all of the above. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എ ആണോ സി ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എ ആണ്. The fact discovered is the mental fact that the accused knew a particular object was hidden at a particular place. The place and object merely confirm that knowledge. ഇവിടെ ആ ഒരു എസെൻസ് എന്ന് പറയുന്നത് നോളജിലാണ്, ദി എക്സ്ക്ലൂസീവ് നോളജ് ആണ്. പുലിക്കുറി കോട്ടയ വേഴ്സസ് എംപറർ പ്രിവി കൗൺസിൽ കേസാണ് 1947. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഫെലേഷ്യസ് ടു ട്രീറ്റ് ദ ഫാക്ട് ഡിസ്കവേർഡ് ആസ് ഇക്വലന്റ് ടു ദ ഒബ്ജെക്ട് പ്രൊഡ്യൂസ്ഡ്. The fact discovered embraces the place from which the object is produced and the knowledge of the accused as to this together with the object itself. And Supreme Court വേറെ പല കേസസിൽ പറഞ്ഞിട്ടുണ്ട്, fact is the accused's special knowledge. The object and location serve only to prove the knowledge. Because the question asks what the word discovered means, the legally precise answer is the accused's knowledge linking the object and place. അപ്പം ഓപ്ഷൻ ഡി അവിടെ വരില്ല, ഓപ്ഷൻ എ ആണ് വരിക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നോളജ് ഓഫ് ദി അക്യൂസ് ആസ് ടു ദ പ്ലേസ് ആൻഡ് ഒബ്ജെക്ട് റിക്കവേർഡ് ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ, പവർ അണ്ടർ സെക്ഷൻ 258 CRPC ക്യാൻ ബി എക്സസൈസ് ഓൺലി. അപ്പൊ അത് ഡയറക്ട്ലി ആ ഒരു പ്രൊവിഷൻ റിലേറ്റഡ് ആണ്. ആ പ്രൊവിഷൻ നല്ലപോലെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സെക്ഷൻ 258 ഓഫ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ
empowers a magistrate to stop proceedings only in a summons case that has been instituted otherwise than upon a complaint. Although the section also limits the power primarily to a first class magistrate or to any other judicial magistrate with the chief judicial's previous sanction, the statutory language makes the type of case the decisive restriction. Therefore, if the correct answer is option B, in summons case instituted otherwise than upon a complaint. Option B, A വരില്ല, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇൻ എ സമ്മൻസ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ അപ്പോൺ എ കംപ്ലൈന്റ്. ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മളുടെ സെക്ഷന്റെ അകത്ത് അവിടെ പറയുന്നുണ്ട് ഇറ്റ് എംപവേഴ്സ് എ മജിസ്ട്രേറ്റ് ടു സ്റ്റോപ്പ് പ്രൊസീഡിംഗ്സ് ഓൺലി ഇൻ സമ്മൻസ് കേസ് ദാറ്റ് ഹാസ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് ദാൻ അപ്പോൺ എ കംപ്ലൈന്റ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 68. During the trial of a case, it appears to the magistrate that the case is one which ought to be tried by court of session. What should the magistrate do? അപ്പോൾ ഡ്യൂറിങ് ദ ട്രയൽ ആണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് പ്രീ ട്രയൽ സ്റ്റേജ്. ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാജിസ്ട്രേറ്റ് തോന്നുകയാണ് ദാറ്റ് ഇത് ദിസ് തിങ് മസ്റ്റ് ബി ട്രൈഡ് ബൈ കോർട്ട് ഓഫ് സെഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് മാജിസ്ട്രേറ്റിന് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. The magistrate shall commit the case under section 323 of CRPC. Section 323 of the CRPC deals with the very situation described. Once an inquiry or trial has already begun before a magistrate and it appears to him at any stage before signing the judgment that the case is one which ought to be tried by the court of session, he shall commit to that court. The section expressly covers both inquiries and trials and applies at any stage prior to judgment, making it the precise procedural tool for a mid-trial committal. അപ്പോൾ ഒരു മിഡ് ട്രയൽ കമ്മിറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ സെക്ഷൻ 323 പ്രകാരമാണ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. 209 ഇവിടെ വരില്ല. 209 is triggered before any evidence is taken when the offence is exclusively triable by the sections court from the outset. It is a pre-trial committal and does not fit a discovery made during a trial. So option B 323 of CRPC ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 69. Which is the provision of law prescribing the forum of trial of all offences under any law other than IPC or Bharatiya Nyaya Sanhita 2023? അപ്പോൾ any other law than IPC or BNS 2023 prescribe ഏത് പ്രൊവിഷൻസ് ആണ്, ഏത് ഇതിലാണ് കൃത്യമായിട്ട് പറയുന്നതാണ് ചോദിക്കുന്നത്. Which is the provision of law prescribing the forum of trial. എവിടെ ട്രയൽ കണ്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് എവിടെയാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം CRPC നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ അതുള്ള ഏറ്റവും ലാസ്റ്റ് കോളം കേസസ് ട്രൈഡ് ബൈ, ട്രയബിൾ ബൈ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ലാസ്റ്റ് കോളം. അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെക്ഷൻ 4 ഇവിടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ വരുമ്പോൾ സെക്ഷൻ 4 ക്ലോസ് 2 പറയുന്നുണ്ട് says that every offense created by any other law must be investigated, inquired into, tried and otherwise dealt with according to the same provisions of the BNSS, but subject to any enactment for the time being in force regulating the manner or place of such trial. In other words, unless the special statute itself names a special court, you look to the BNSS to decide the proper forum. Apam section 4 clause 2 and schedule 1 of the Bharatiya Nagarik Suraksha Sanhita 2023 ആണ് correct answer option D. அடுத்த question number 70. A summons issued to the accused in a warrant case was served on his male servant. Is the service proper? നമ്മൾക്ക് ഈ ഒരു ഇതിന്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സെക്ഷൻ 64 of CRPC allows substituted delivery only to some adult male member of his family residing with him. And അതിന്റെ എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് എക്സ്പ്രസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് എ സെർവന്റ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അപ്പം സെർവന്റ് ഒരു മെയിൽ സെർവന്റിന് കൊടുക്കുന്നത് എന്ത് ചെയ്യില്ല, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. If the accused cannot be found and no eligible family member is available, the serving officer must proceed under section 65 and affix the summons to a conspicuous part of the house. The court nowhere authorizes delivery to a servant. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി is the right answer. No, as the explanation to section 64 of CRPC says, the servant is not a member of family. Option B is the right answer. Next one, question number 71. Which is the provision of law
which makes a material thing, for instance, weapon used in the crime, admissible in evidence. അപ്പം ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് പ്രൊവിസോ ടു സെക്ഷൻ 60 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ആഫ്റ്റർ ലേയിങ് ഡൗൺ ദ ഓറൽ എവിഡൻസ് മസ്റ്റ് ബി ഡയറക്റ്റ്. സെക്ഷൻ 60 പറയുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള പ്രൊവിസോയിൽ പറയുന്നുണ്ട്, സെക്കൻഡ് പ്രൊവിസോയിൽ പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് if oral evidence refers to the existence or condition of any material thing other than a document, the court may, if it thinks fit, require the production of such material thing for its inspection. This clause authorizes the court to call for, look at, and thereby admit a material object. So, ഇവിടെ correct ആയിട്ടുള്ള ആൻസർ ഡയറക്റ്റ് പ്രൊവിഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് പ്രൊവിസോ ടു സെക്ഷൻ 60 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റൻ നമ്പർ 72. A resident of Ernakulam was arrested pursuant to a non-bailable warrant issued by magistrate in Karnataka. അപ്പോൾ കർണാടകയിലുള്ള മജിസ്ട്രേറ്റ് ഒരു നോൺ ബെയിലബിൾ വാറന്റ് ഇഷ്യൂ ചെയ്തു. And a resident of Ernakulam was arrested. He was produced before the judicial magistrate Ernakulam, before whom he filed a bail application. He was produced before judicial magistrate Ernakulam and he filed a bail. The bail application is opposed by the prosecutor, contending that it is not maintainable. Is the contention valid? For prosecution പറഞ്ഞു it is not valid, bail application cannot be made to you എന്ന രീതിയിൽ prosecutor പറഞ്ഞു. Is the contention valid? The right answer is option A, yes, as second proviso to section 81 of CRPC empowers only the chief judicial magistrate or session judge to do so. About the prosecutor's objection is well founded. Under the second proviso to section 81 of the CRPC, only the CJM or the sessions judge of a district where the arrest takes place may consider and grant bail when the warrant relates to a non-bailable offense executed outside the issuing court's jurisdiction. A judicial magistrate of first class at Ernakulam who is not a CJM or a session judge lacks the statutory competence to entertain the bail application, and he can only merely verify the warrant and order the accused safe transit to the Karnataka court. Consequently, the bail request is not maintainable before the magistrate, and the contention that the application must be rejected is legally correct. Option A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പം സെഷൻ ജഡ്ജിനോ CJMനോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് എ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു വാറന്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഇഷ്യൂഡ് ബൈ കോർട്ട് ഔട്ട്സൈഡ്, റൈറ്റ്. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 73. In a complaint for an offense punishable under section 130 of Negotiable Instrument Act, the magistrate issued summons to the accused. Before the date fixed for the appearance, he issued a warrant stating that there is reason to believe that the accused will not obey summons. Is this proper? അപ്പം സമ്മൻസിന് വരുന്നതിന് മുന്നേ, ബിഫോർ ദ ഡേറ്റ് ഫിക്സ് ഫോർ ദ അപ്പിയറൻസ്, സമ്മൻസ് അയാൾ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതേ എന്ത് ചെയ്തു, വീണ്ടും ഒരു വാറന്റ്, അതായത് വീണ്ടും അല്ല ഒരു വാറന്റ് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. അത് പ്രോപ്പർ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സമ്മൻസിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു സമ്മൻസ് ക്യാൻ യു ഇഷ്യൂ വാറന്റ് എന്നുള്ളതാണ് ചോദ്യം. ദിസ് ഇസ് പോസിബിൾ അണ്ടർ സെക്ഷൻ 87 clause A of the code of CRPC. It expressly authorizes a court that has already issued a summons to issue, after recording its reasons in writing, a warrant for the accused's arrest if before the time fixed for his appearance the court sees reason to believe that he has absconded or will not obey the summons. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, in lieu of it is called issue of warrant in lieu or in addition to summons. 87A ലാണ് ഈ കാര്യം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 74. When a person is convicted in a trial involving 2 or more offences by virtue of clause B of proviso to section 31 CRPC, the aggregate punishment cannot exceed dash the amount of punishment which the court is competent to inflict for a single offense. അപ്പം section 31 clause 2 of the CRPC fixes a ceiling of consecutive sentences in a single trial. അപ്പോൾ കോൺസിക്യൂട്ടീവ് സെന്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സിംഗിൾ ട്രയലിൽ കോൺസിക്യൂട്ടീവ് സെന്റൻസിന്റെ മുകളിൽ ഒരു സീലിംഗ് ഫിക്സ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 31 clause 2. The aggregate punishment shall not exceed twice the amount of punishment which the court is competent to inflict for a single offense.
Accordingly, when a person is convicted of two or more offenses tried together, the total term that a magistrate or judge may impose cannot be more than twice what the court could award for any one of the offenses standing alone. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ട്വൈസേ പറ്റുള്ളൂ. ഇറ്റ് ഫിക്സസ് ഇറ്റ് ഫിക്സസ് എ സീലിംഗ്, ഒരു അപ്പർ സീലിംഗ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് 2 times. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 75. A police officer filed a final report before the magistrate without producing a copy of the prosecution records to be served on the accused. However, he filed a report stating that he has served copies of the records directly to the accused. The magistrate is issued show cause notice to the officer citing non-compliance of section 173 clause 5 CRPC. Is there any illegality in the order of the magistrate? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ 173 ക്ലോസ് 5 അങ്ങനെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടോ, അക്യൂസ്ഡ് പേഴ്സണിന് കോപ്പീസ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സെക്ഷൻ 173 clause 5 only talks about forwarding the documents to the court. 173 clause 5 only talks about forwarding the documents to the court. And 173(7) എന്ന് പറയുന്നത് at the convenience of the investigating officer, accused person എന്ത് ചെയ്യാം, ഡോക്യുമെന്റ്സ് കൊടുക്കാമെന്നേ പറയുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഈ ഒരു സ്റ്റേജിൽ കോർട്ടിന് പറയാൻ വേണ്ടി പറ്റില്ല എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് സപ്ലൈ ചെയ്യണം, എനിക്ക് തന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് സപ്ലൈ ചെയ്യണം, അതായത് അക്യൂസ് സപ്ലൈ ചെയ്യണമെന്ന് ഈ ഒരു സ്റ്റേജിൽ കോർട്ടിന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ 173 clause 5 ആകെ പറയുന്നത് കോർട്ടിന് ഫോർവേഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർട്ടിന് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫോർവേഡ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അക്യൂസിന് ഫോർവേഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. അക്യൂസിന് ഫോർവേഡ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ ഒരു സ്റ്റേജിൽ, റൈറ്റ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദ ഷോ കോസ് നോട്ടീസ് ഇസ് നോട്ട് പ്രോപ്പർ ഇൻ ദ ലൈറ്റ് ഓഫ് 173 clause 7 CRPC. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76. The prosecutor produces several documents to substantiate the prosecution case. After serving copies of the document to the accused, he requests the court to direct the accused to admit or deny the genuineness of each document in the list. The order opposes the request. The magistrate allows it. Is there any infirmity in the order? ഇത് ഡയറക്റ്റ് പ്രൊവിഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 330 clause 1 of BNSS itself authorizes the court to require admission or denial of documents and already embeds 30-day safeguard. The magistrate order contains no legal infirmity. This aligns with option A in the answer key. അപ്പം ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് 294 CRPC 294-നകത്ത് 30 ഡേയുടെ ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ BNSSന്റെ അകത്ത് സെക്ഷൻ 330 പ്രകാരം കൃത്യമായിട്ട് 30 ഡേ ടൈം ലിമിറ്റ് ഇൻബിൽഡ് ആണ്, ഓൾറെഡി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ വേറെ ലീഗൽ ഇൻഫോർമിറ്റി ഒന്നും ഇവിടെ വരുന്നില്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നോ ഇൻഫോർമിറ്റി ബൈ വെർച്യൂ ഓഫ് 330 ഓഫ് BNSS 2023 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ആഫ്റ്റർ സർവിംഗ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ്സ് ടു അക്യൂസ്, he requests the court to direct the accused to admit or deny the guidance of each document in the list. The accused opposes the request. The magistrate allows it. Magistrate അത് അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബിക്കോസ് ഇത് സ്റ്റാറ്റ്യൂട്ടിനകത്ത് വളരെ ക്ലിയർലി വളരെ എക്സ്പ്രസ്ലി ഇത് പറയുന്നുണ്ട്. സെക്ഷൻ ഓപ്ഷൻ 76-നകത്ത് ക്വസ്റ്റ്യൻ 76-നകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77. Is there any limit to the imprisonment for non-payment of fine when the imprisonment and fine are imposed? If so, what is the limit? ഇതും ഡയറക്ട്ലി പ്രൊവിഷൻ ഉള്ളതാണ്. IPC നിങ്ങൾ നോക്കുകയാണ്, IPCന്റെ അകത്ത് 65-ന്റെ അകത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഭാരതീയ ന്യായ സംഹിതയുടെ അകത്ത് സെക്ഷൻ 8 clause 3-ന്റെ അകത്ത് പറയുന്നുണ്ട്, the court may add a term of imprisonment in default of payment of fine only up to 1/4 of the maximum term of imprisonment prescribed for the substantive offense. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി, യെസ്, shall not exceed 1/4 of the term of imprisonment which is the maximum fixed for the offense. Section 65 of IPC and 8 clause 3 of BNS ആണ് ഈ ഒരു കാര്യം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 78. In a warrant case alleging the commission of the offense punishable under section 326 IPC, the magistrate found that no weapon has been used and injuries caused were simple. Hence, the plea of the accused was recorded under section 323 of IPC. The case was then converted as a summons case.
വിച്ച് ഇസ് ദ പ്രൊവിഷൻ എനേബിളിംഗ് ദ മജിസ്ട്രേറ്റ് ടു ഡു സോ. അപ്പം ഇവിടെ ഒരു വാറന്റ് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മജിസ്ട്രേറ്റിന് മനസ്സിലായി ഇവിടെ വെപ്പൺ ഒന്നും ഇല്ല ആൻഡ് അധികം ഇഞ്ചുറീസ് ഒന്നും ഇല്ല. ഹേർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഇട്ടുള്ള ഹേർട്ട് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. Plea of the accused was recorded under section 323 of IPC. The case was then converted as summons case. What is the provision enabling the magistrate to do so? ഒരു വാറന്റ് കേസ് സമ്മൻസ് കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. There is no provision to convert a warrant case into a summons case. CRPC അങ്ങനത്തെ ഒരു പ്രൊസീജിയറേ ഇല്ല. എ വാറന്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത്, ലൈഫ് ഇംപ്രിസൺ ഓർ ഇംപ്രിസൺ ഫോർ മോർ ദാൻ 2 years. സമ്മൻസ് കേസ് മീൻസ് എനി അതർ ഒഫൻസ്. സെക്ഷൻ 323 ഓഫ് IPC സിമ്പിൾ ഹേർട്ട് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. അപ്പം ഇസ് ഇൻഡീഡ് എ സമ്മൻസ് കേസ് ഒഫൻസ്, ബട്ട് മിയർലി ഫോമിംഗ് ദ ഒപ്പീനിയൻ ദാറ്റ് ഓൺലി 323 is attracted does not let the court change the procedural track already triggered under 326 of IPC. The court gives only an upward power of conversion. Upward conversion is available, which is under 259. It allows a magistrate in the course of a summons case to convert it into a warrant case where justice so requires. About it is strictly one way. Summons case warrant case ആക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഒരിക്കലും ഒരു വാറന്റ് കേസ് സമ്മൻസ് കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. There is no provision to convert a warrant case to a summons case എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്ഷൻ 259 പ്രകാരം ഒരു സമ്മൻസ് കേസ് വാറന്റ് കേസ് ആക്കാൻ വേണ്ടി പറ്റും, പക്ഷെ നമ്മളുടെ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്തുള്ള ഒരു വാറന്റ് കേസ് ഒരിക്കലും സമ്മൻസ് കേസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ അതിന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള മാത്രമേ ഒരു സൊല്യൂഷൻ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 78th ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79. An accused was tendered pardon by the magistrate while he was in judicial custody. He then moved an application for bail. The magistrate, taking into account the fact that the status of the accused had changed to that of a witness, granted bail. Is the order of the magistrate correct? അപ്പം അക്യൂസിന് പാർഡൺ നൽകി while he was in judicial custody. He then moved an application for bail. ബെയിലിൽ അപ്ലൈ ചെയ്തു. മജിസ്ട്രേറ്റ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മാറി എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഒരു വിറ്റ്നസ് പോലെ ആയി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു, മജിസ്ട്രേറ്റ് ബെയിൽ ഗ്രാന്റ് ചെയ്തു. മജിസ്ട്രേറ്റിന്റെ ഓർഡർ കറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോ, ആസ് സെക്ഷൻ ഇതിനകത്ത് വളരെ സ്പെസിഫിക്കലി സെക്ഷൻ പറയുന്നുണ്ട് 343 4 clause B പറയുന്നുണ്ട് that എന്താ പറയുന്നത്, he shall lays down an explicit bar. Once a person accepts a pardon, he shall, unless he is already on bail, be detained in custody until the termination of the trial. വളരെ സ്പെസിഫിക്കലി ഇത് പറയുന്നുണ്ട്. ഇഫ് ഹി ഈസ് ഓൾറെഡി ഓൺ ബെയിൽ ഡീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ഹി ഈസ് ഓൾറെഡി ഓൺ ബെയിൽ. ഇഫ് ഹി ഈസ് നോട്ട് ഓൺ ബെയിൽ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ഹി വാസ് നോട്ട് ഓൺ ബെയിൽ ബിക്കോസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത്, ഹി ഷാൽ ബി ഡീറ്റെയിൻ ഇൻ കസ്റ്റഡി അൺടിൽ ദ ടെർമിനേഷൻ ഓഫ് ദി ട്രയൽ എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് ദ പാർഡൺ അക്യൂസ്ഡ് വാസ് നോട്ട് ഓൾറെഡി ഇൻ ബെയിൽ, ദ മജിസ്ട്രേറ്റ് ലാക്ക് സ്റ്റാറ്റ്യൂട്ടറി കോമ്പീറ്റൻസ് ടു റിലീസ് ഹിം. ദ കറക്റ്റ് ആൻസർ therefore is ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. പാർട്ട് ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. A is accused of committing the offense of rape. Pursuant to his arrest, he is produced before a registered medical practitioner in a hospital run by a local authority for medical examination. The accused resisted the examination and hence the medical examiner used reasonable force to subject him to examination, and in the process an injury was caused to him. When the accused is produced before the magistrate, he complained of ill treatment by the doctor. The magistrate records the statement of the accused, treats it as a complaint and forward it under section 156 clause 3 CRPC to the station house officer concerned for investigation and report. Is the action of the magistrate correct? അപ്പോൾ ഇതിനകത്ത് ഒരു റേപ്പിന്റെ ഒരു ഒഫൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അക്യൂസ് പേഴ്സണിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് കൊണ്ടുവരികയാണ്. ആ അക്യൂസ്ഡ് പേഴ്സൺ റെഫ്യൂസ് ചെയ്യുകയാണ്, റെസിസ്റ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ. ഡോക്ടർ എന്ത് ചെയ്തു, ആ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീസണൽ ഫോഴ്സ് ഉപയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, റൈറ്റ്.
ഇവിടെ പറയുന്നുണ്ട് ഇൻ ദ പ്രോസസ് ആൻഡ് ഇഞ്ചുറി വാസ് കോസ്റ്റ് ഹിം വെൻ ദ അക്യൂസ് വാസ് പ്രൊഡ്യൂസ് ബിഫോർ എ മജിസ്ട്രേറ്റ് ഈ ഇദ്ദേഹം പറഞ്ഞു എന്നെ ഇൽട്രീറ്റ് ചെയ്തു എന്ന രീതി പറഞ്ഞു. ദ മജിസ്ട്രേറ്റ് റെക്കോർഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ അക്യൂസ് ആൻഡ് ട്രീറ്റ്സ് ഇറ്റ് ആസ് എ കംപ്ലീറ്റ് ആൻഡ് ഫോർവേഡ്സ് ഇറ്റ് അണ്ടർ സെക്ഷൻ 156 clause 3 CRPC to the station house officer concerned for the investigation and report. Is the action of the magistrate correct? ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് CRPCയിലെ 53A clause 1 എന്ന് പറയുന്ന പ്രൊവിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറ്റ് എക്സ്പ്രസ്ലി ഓതറൈസസ് ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ടു യൂസ് സച്ച് ഫോഴ്സ് ആസ് ഇസ് റീസണബിളി നെസസറി ഫോർ ദാറ്റ് പർപ്പസ് എന്ന രീതി പറയുന്നുണ്ട്. Because the statute itself provides reasonable force, the injury inadvertently caused while the accused resisted does not by itself disclose any cognizable offense. Consequently, treating the grievous as a complaint and sending it for investigation under 156 clause 3 is without jurisdiction. And അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 80 ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 81 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് സിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ കേരള ജുഡീഷ്യൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും കോച്ചിങ് താല്പര്യമുണ്ടെങ്കിൽ റിറ്റ്സിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള rits.in വിസിറ്റ് ചെയ്യുക ആൻഡ് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.